തിരുവനന്തപുരത്ത് നടന്ന സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചു. അടുത്ത തവണയും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് തനിക്ക് ഉറപ്പാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയിയെ എസ്എഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. ഫെബ്രുവരി 14 ശനിയാഴ്ച വൈകുന്നേരമാണ് തിരുവനന്തപുരത്തെ മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് AR ക്യാമ്പിലെ CPO ആയ മിഥുൻ റോയ് ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമണം ഒരു മുൻ വൈരാഗ്യത്തിന്റെ തുടർച്ചയാണെന്ന് പറയപ്പെടുന്നു. ഡിസംബർ 31-ന് ശംഖുമുഖം ബീച്ചിൽ നടന്ന DJ പാർട്ടിക്കിടെ പോലീസും SFI DYFI പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. സമയം കഴിഞ്ഞും പാർട്ടി തുടർന്നതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. അന്ന് ലാത്തി വീശിയ സംഘത്തിൽ മിഥുൻ റോയിയും ഉണ്ടായിരുന്നു. മാളിൽ വെച്ച് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ SFI പ്രവർത്തകർ അന്ന് അടിച്ചവനല്ലേ നീ എന്ന് ചോദിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ മിഥുൻ റോയിക്കെതിരെയും അദ്ദേഹത്തിന്റെ സഹോദരിക്കെതിരെയും വഞ്ചിയൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. എന്നാൽ മർദ്ദിച്ച SFIക്കാർക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത്. പോലീസുകാരനെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ മർദ്ദനമേറ്റവനെതിരെ കേസെടുത്തതിനെതിരെ പോലീസ് അസോസിയേഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ശക്തമായി രംഗത്തെത്തി. ആഭ്യന്തര വകുപ്പ് മാഫിയ സംഘത്തെ പോലെ പെരുമാറുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദായകയായ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ ഏബ്രഹാമിന് ഔദ്യോഗിക ബഹുമതികളോടെ പത്തനംതിട്ടയിൽ വിട നൽകി. ആലിൻ്റെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവൻ നൽകും. ആലുവ, മണപ്പുറം ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനും ശിവരാത്രി ആഘോഷങ്ങൾക്കുമായി ആയിരക്കണക്കിന് ഭക്തർ തടിച്ചുകൂടി. കടബാധ്യതയെ തുടർന്ന് കണ്ണൂരിലെ അവാർഡ് ജേതാവായ കർഷകൻ ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി സൈബർ സെൽ മുന്നറിയിപ്പ് നൽകി. തൃശൂരിലെ ഒരു വ്യവസായിക്ക് 5.4 കോടി രൂപയും കണ്ണൂരിലെ ദമ്പതികൾക്ക് 1.5 കോടി രൂപയും അടുത്തിടെ നഷ്ടമായി. ശബരിമല കൊടിമര പ്രതിഷ്ഠയ്ക്ക് സ്വർണം സംഭാവന നൽകിയെന്ന് സ്ഥിരീകരിച്ച് സിനിമാ പ്രവർത്തകർ. ഷാജി കലാസ്, രഞ്ജി പണിക്കർ, പ്രൊഡ്യൂസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴിയെടുത്തു. മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും മൊഴി രേഖപ്പെടുത്തും.